പ്രകൃതി ദുരന്തങ്ങളും അതിലേറെ ദുരന്ത പ്രവചനങ്ങളും ഭയപ്പെടുന്ന കാലത്ത് ഒരു നിമിഷം ഈ ദുരന്തങ്ങൾ മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂരതകൾക്കുള്ള മറുപടിയല്ലേ? പ്രകൃതി നമുക്ക് അമ്മയെപ്പോലെയാണ്. നമുക്കാവശ്യമുള്ളതെല്ലാം പ്രകൃതി തരുന്നു. എന്നാൽ മനുഷ്യനോ? ഇടിച്ചു നിർത്തപ്പെട്ട മലകളും വെട്ടി നിർത്തിയ കാടുകളും നികർത്തപ്പെട്ട വയലുകളും ദുരന്തങ്ങളുടെ വേദന നമുക്ക് തരുന്നു. അങ്ങനെ പ്രകൃതി പ്രതികാര ദുർഗയായി മാറിക്കൊണ്ടിരിക്കുന്നു. നാം നശിപ്പിച്ചവയിൽ പ്രധാനപ്പെട്ടവയാണ് കാവുകൾ. ഭൂമിയുടെ ശ്വാസകോശമാണ് കാവുകൾ. കാവ് തീണ്ടരുതെന്ന് കാവൽ പ്രമാണം. പാമ്പും കീരിയും കുരങ്ങും ഓന്തും മൂങ്ങയും പക്ഷികൾ മുതൽ ഉറുമ്പും ശിഥിലും വർദ്ധിക്കാനുള്ള പച്ചത്തുരുത്ത്, ഇലപ്പച്ചയും ഇരുൾപ്പച്ചയും ഇളം പച്ചയും ഇടകലരുന്ന ഹരിതലോകം. ഈ കാവുകളാണ് നമ്മുടെ ജലസമൃദ്ധിയുടെ തീർത്ഥടങ്ങൾ. ഈ കാവുകളാണ് നമ്മുടെ ജീവവായു. ഈ കാവുകളാണ് നമ്മുടെ വനദേവതകളുടെ വാസസ്ഥലം. ഈ കാവുകളിൽ നമ്മുടെ പൂർവികർ നാഗാരാധന നടത്തി നാട് കാടാക്കി. എന്നാൽ ഇന്നോ നാം കാവ് വെട്ടിത്തെറുത്തി സകല ജീവികളെയും തെറുത്തി. ഫലമോ? ശുദ്ധവായുവില്ലാതെ ശുദ്ധജലമില്ലാതെ നാം പിഴയുന്നു. നമ്മുടെ സംസ്കാരമായിരുന്നു നമ്മുടെ കാവുകൾ, ജീവികളുടെ വാസസ്ഥലം, ജീവവായുവിൻ്റെ ഈറ്റില്ലം, ജീവജലത്തിൻ്റെ ഉറവിടം, ഹരിതാഭയുടെ അക്ഷയഖനി. ഇനിയും നമുക്ക് കാവുകൾ സൃഷ്ടിക്കാം, ഉള്ളവയെ സംരക്ഷിക്കാം. കാവ് കനിവാണ്, ജീവൻ്റെ നന്മയുടെ വിശുദ്ധിയുടെ നിറവാണ്. കാവുകൾ കാത്ത് നമ്മുടെ ജൈവ വൈവിധ്യ സമ്പത്തിനെ നമുക്ക് സംരക്ഷിക്കാം. വംശനാശ ഭീഷണി നേരിടുന്നവയെ നമുക്ക് ഒത്തുചേർന്ന് സംരക്ഷിക്കാം. ദൈവത്തിൻ്റെ സ്വന്തം നാട് കാത്തു പരിപാലിച്ച് ഭാവി തലമുറയ്ക്ക് സമ്മാനിക്കാൻ നമുക്ക് ഒരുമയോടെ പ്രയത്നിക്കാം.